ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലയായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. 2 തവണ കേസിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്ന് കേസിൽ വിധി പറയുന്നത്. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേസിൽ കേതൽ ജെൻസൺ രാജയാണ് ഏക പ്രതി. പിതാവിനോടുള്ള വിരോധമാണ് കൊലപാതക കാരണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കേതലിന് മാനസിക പ്രശ്നമില്ലെന്നും വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു. വിചാരണയിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടാണ് കേതൽ സ്വീകരിച്ചത്. ഫോറൻസിക് തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ പ്രാധാന്യത്തോടെ ഉയർത്തിക്കാട്ടിയത്. കേതൽ ജെൻസൺ രാജ 4 പേരെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ദുർമന്ത്രവാദ കഥകൾ കള്ളമാണെന്നും മാതാപിതാക്കളോടുള്ള പകയാണ് കൊലപാതക കാരണമെന്നും പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. 2017 ഏപ്രിൽ 9-ാം തീയതി പുലർച്ചെയാണ് ക്ലിഫ് ഹൌസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ മകൻ കേതൽ ജെൻസൺ രാജയെ ദിവസങ്ങൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. അമ്മ, അച്ഛൻ, സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവിന്റെ മൃതദേഹം വെട്ടിനുറുക്കി പുഴുവരിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. 2017 ഏപ്രിൽ 5-ാം തീയതി ഉച്ചയ്ക്ക് മുൻപ് താനുണ്ടാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ അമ്മ ജീൻ പത്മയെ കേതൽ മുകളിലുള്ള മുറിയിലേക്ക് എത്തിച്ച് കമ്പ്യൂട്ടറിന് മുന്നിൽ കസേരയിലിരുത്തി പിന്നിൽ നിന്നും മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഇതേ രീതിയിൽ അച്ഛൻ രാജാതങ്കത്തെയും സഹോദരി കരോളിനെയും കൊലപ്പെടുത്തി. ഈ മൃതദേഹങ്ങളൊക്കെ കേതൽ ബെഡ്റൂമിൽ തന്നെയാണ് സൂക്ഷിച്ചത്. അടുത്ത ദിവസം ബന്ധുവായ ലളിതയെയും ഇതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തി. 7-ാം തീയതി രാത്രി മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ആദ്യ ശ്രമം നടത്തി. ശ്രമത്തിനിടയിൽ കേതലിന്റെ കൈക്ക് പൊള്ളലേറ്റു. ഇതിനിടയിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധു ജോസിനും വീട്ടുജോലിക്കെത്തുന്ന സ്ത്രീക്കും ചില സംശയങ്ങൾ തോന്നിയിരുന്നു. എന്നാൽ ഇവരോടൊക്കെ നുണകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. 8-ാം തീയതി രാത്രി മൃതദേഹങ്ങൾ കത്തിക്കാൻ വീണ്ടും ശ്രമിച്ചു. ഇതിനിടെ തീ മുറിയിലേക്ക് പടർന്നതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്.